1980 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ജി കാർത്തികേയൻ കേരള യുവതയുടെ രോമാഞ്ചവും രാഷ്ട്രീയ കേരളത്തിലെ ഗർജിക്കുന്ന സിംഹവുമായിരുന്നു. 1982 ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ച കാർത്തികേയനെ കേരളത്തിൽ ഏകകക്ഷി ഭരണം വരണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രമേയം അവതരിപ്പിച്ചതിന്റെ ഫലമായി UDFിലെ ഒരു വിഭാഗം കാലുവാരി തോൽപ്പിച്ചു. UDFിലെ ഘടകകക്ഷികൾ അമിതമായ സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ അനർഹമായതും ജനദ്രോഹമായതുമായ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് കരുണാകരൻ മന്ത്രിസഭയെ നിശ്ചലമാക്കുന്നത് കണ്ട കാർത്തികേയന് ഏകകക്ഷി ഭരണം ആവശ്യപ്പെടുകയായിരുന്നു. കേരള ജനതയും മാധ്യമങ്ങളും കാർത്തികേയന്റെ ചങ്കൂറ്റത്തെ പ്രകീർത്തിച്ചു. കരുണാകരൻ ഈ അവസരം ഘടകകക്ഷികൾ സമ്മർദ്ദമുയർത്താൻ തന്ത്രപൂർവ്വം ഉപയോഗിച്ചു. ഘടകകക്ഷികൾ ഒതുങ്ങിയെങ്കിലും അവർ യൂത്ത് കോൺഗ്രസിന്റെ പെരുവിരൽ മുറിച്ചു മാറ്റണമെന്ന് കരുണാകരനോട് ആവശ്യപ്പെട്ടു. ഘടകകക്ഷികളുടെ പ്രധാന ആവശ്യമായ കാർത്തികേയന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം കരുണാകരൻ ബലി കൊടുക്കേണ്ടി വന്നുവെന്നാണ് ചരിത്രം. അന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹിയായിരുന്ന ചെറുപ്പക്കാർക്ക് ഉൾപ്പെടെ ഗ്രൂപ്പിനതീതമായി കാർത്തികേയനെ ആവശ്യമായിരുന്നു. ദിവ്യ എസ് അയ്യർ എന്ന കമ്മ്യൂണിസ്റ്റ് മതവിശ്വാസിയായ IASകാരുടെ ഭർത്താവായ ശബരിനാഥന്റെ അച്ഛൻ എന്തായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കാനാണ് മേൽവരികൾ കുറിച്ചത്. കോൺഗ്രസ് നേതാവിനോട് അനുരാഗം തോന്നി വിവാഹത്തിലെത്തിച്ചേർന്ന പട്ടേരുകുട്ടി ഇന്ന് കമ്മ്യൂണിസ്റ്റ് മതഭരണത്തിലെ മുഖ്യന്റെ വിശ്വസ്തതയാണ്. ലാവ്ലിൻ കേസ് മുതൽ വിജയന്റെ സന്തത സഹചാരിയായിരുന്ന മറ്റൊരു IASകാരനായ അച്ചായൻ അളവില്ലാത്ത പണവും സ്വത്തും സമ്പാദിച്ചതിന് ഇന്ന് കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളുടെ നീരാളിപ്പിടുത്തത്തിൽ അമർന്ന് കയ്യും കാലുമിട്ടടിക്കുന്ന കാഴ്ച കേരളം കണ്ടതാണ്. മുഖ്യന്റെ വിശ്വസ്തതയായിരുന്ന മറ്റൊരു IASകാരൻ സ്വർണ്ണക്കടത്തിൽ ജയിലിൽ അഴിയെണ്ണി പുറത്തു വന്ന് രോഗശിലയിലാണ്. ഉമ്മൻചാണ്ടി അപമാനിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് പോലും ക്ലീൻ ബോൾഡ് ചെയ്ത് പുറത്താക്കാൻ ഉപയോഗിച്ച സരിത എന്ന കളിപ്പാവയും തന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ജയിലിൽ എണ്ണിച്ച് കിടപ്പ് രോഗിയാക്കിയത് മലയാളിയുടെ മുമ്പിൽ ചരിത്ര സത്യങ്ങളാണ്. കോൺഗ്രസ് നേതാവായ താങ്കളുടെ IASകാരിയായ പ്രിയ പത്നി ഇന്ന് മുഖ്യന്റെ മകളുടെ ഇഷ്ടക്കാരിയായി ഒന്നിലധികം ഉന്നത പദവികൾ അലങ്കരിക്കുന്ന ഉദ്യോഗസ്ഥയാണ്. ഇവരുടെ ആർഭാട ജീവിതം ലളിതമാണെന്ന് കാണിക്കുന്നതിനു വേണ്ടി ആട്ടവും പാട്ടുമൊക്കെയായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രമിക്കുന്ന ബുദ്ധിമതിയായ സ്ത്രീയാണ് താങ്കളുടെ പ്രിയ പത്നി. മരമണ്ടരായ മലയാളി ഇതെല്ലാം കണ്ട് കൈയടിക്കുന്നു. അതിലൊരാളായി IASകാരനായ ഭർത്താവായി താങ്കളുമുണ്ടെന്ന് പറയുമ്പോൾ അരിശമൊന്നും തോന്നരുത്. പട്ടേരുകുട്ടിയായ താങ്കളുടെ പ്രിയ പത്നി കമ്മ്യൂണിസ്റ്റ് മതവിശ്വാസിയാണോ എന്ന് കേരളത്തിന് അറിയില്ല. ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു കമ്മ്യൂണിസ്റ്റ് മതവിശ്വാസിയായ മുൻ മന്ത്രി ലോക്സഭാ അംഗമായപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന രംഗം കേരള ജനതയും മലയാളികളും ഒന്നും മറന്നിട്ടില്ല. അതുപോലെ മറ്റൊരു അനുഭവമാണ് ഇന്ന് കേരളം കണ്ടത്. കമ്മ്യൂണിസ്റ്റ് മതത്തിലെ ഒരാൾ ഒരു ജില്ലയിലെ പ്രധാന മതപ്രചാരനാകുന്നത് കേരളത്തിന്റെ പ്രഥമ അനുഭവമാണോ? മഹാഭാരതത്തിൽ പറയും പ്രകാരം സൂര്യദേവനെ പ്രാർത്ഥിച്ച് കുന്തിദേവിക്ക് സൂര്യദേവനിലൂടെ രഹസ്യമായി ലഭിച്ച സന്താനമായ കർണനോട് ഉപമിച്ചുകൊണ്ട് താങ്കളുടെ പത്നി പുതിയ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി അതീവ സന്തോഷത്തോടെ സാമൂഹ്യ മാധ്യമത്തിൽ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഇതിലൂടെ താനും ഈ മതവിശ്വാസിയാണെന്ന് ഉറപ്പിക്കുകയാണെന്നായിരുന്നു ഭവതിയുടെ ലക്ഷ്യം. ഒരുപക്ഷെ മുഖ്യന്റെ ഗുഡ് ബുക്കിൽ നിലനിൽക്കാൻ ഇത്തരം കലാപരിപാടികൾ IASകാരിക്ക് ആവശ്യമായിരിക്കാം. അല്ലെങ്കിൽ പുതിയ AKG സെന്ററിന്റെ സമ്പൂർണ്ണ ചുമതല നൽകി അപ്പം ഗോവിന്ദനെ ഒഴിവാക്കാൻ മുഖ്യൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല. മുഖ്യന്റെ ജയിൽ എന്ന ചതിക്കുഴിയിൽ വീണ് കിടപ്പ് രോഗിയാകാൻ കൂട്ടാകാതെ ഒരേ ഒരാളാണ് സ്വപ്ന സുരേഷ്. സർക്കസുകാരിയുടെ മെയ്വഴക്കത്തോടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ യുദ്ധതന്ത്രങ്ങളിലൂടെ പയറ്റു നിന്ന ഒരു യുവതി. സ്വപ്ന സുരേഷിനെ മാതൃകയാക്കി മുഖ്യനോടൊപ്പം നിന്നാൽ ശിഷ്ടജീവിതം അഴിയെണ്ണാതെ കുടുംബത്തോടൊപ്പം കഴിയാമെന്ന് താങ്കൾക്ക് കഴിയുമെങ്കിൽ ഒരു ഉപദേശം കൊടുക്കുന്നത് നല്ലതാണ്. എന്തായാലും ധീരനായ ഒരു പിതാവിന്റെ പുത്രനും കോൺഗ്രസ് നേതാവുമായ KS ശബരിനാഥിൽ നിന്ന് അതെല്ലാം വ്യക്തി സ്വാതന്ത്ര്യം എന്നതല്ലാതെ ഒരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.